നിങ്ങൾ ബിരിയാണിയുടെ കൂടെ ഈ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? അതായത് നല്ല പുതിനയില ചമ്മന്തി. ചിലർക്കൊക്കെ തോന്നും ഇതെന്താ കഞ്ഞിയുടെ കൂടെയല്ലേ കഴിക്കാന്ന്. അല്ലാട്ടോ, കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ചമ്മന്തിയും ബിരിയാണിയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കിയിട്ട് വരൂ. അപ്പൊ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതായത് ഒരു കപ്പ് തേങ്ങ ആ ഒരു കണക്കിലെടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പുതിനയിലയാണ്. അതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ പഴംപുളിയോ അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ പൈനാപ്പിൾ വരെ ചേർക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ മാങ്ങയാണ് ചേർക്കുന്നത്. എന്തായാലും മാങ്ങാക്കാലല്ലേ, അപ്പൊ ഒരു വെറൈറ്റിക്ക് ഇരിക്കട്ടെന്നേ. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ മിന്റ് ലീഫിന് ചെറുതായിട്ട് ഒരു എരിവിന്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിക്കണം. എരിവും കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് വേണം, അതുപോലെ വെളിച്ചെണ്ണ വേണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ബൗളിൽ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്താലോ. നമ്മൾ ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും ചേർക്കാനായിട്ട് മറക്കരുത്. ഇത് ആദ്യം അരയ്ക്കുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ള ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി കണ്ടോ, നല്ലതുപോലെ തരിതരിപ്പായിട്ട് അരങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. അതായത് ഒരു ചട്നി പരുവത്തിലാവരുത്. ഈ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയുടെ കൂടെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് വേറെ ഒന്നും തന്നെ വേണ്ട. ഈ ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ബിരിയാണിയും കഴിക്കാം. ഒന്ന് കഴിച്ചു നോക്കൂ.